ഹായ് മക്കളെ, ഞങ്ങൾ ടീച്ചേഴ്സ് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈം പീരീഡാണത്. വേറെ ഒന്നും കൊണ്ടല്ല, 10th-ൻ്റെയും +2-ൻ്റെയും റിസൾട്ട് വന്നു. ഗംഭീര റിസൾട്ടുമായിട്ട് നമ്മളുടെ കുട്ടികൾ നമ്മളെ കാണാനായിട്ടൂടെ വരുന്നു. സ്വീറ്റ്സും അതുപോലെ തന്നെ മറ്റ് ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് പോകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ കൂടെ വരുന്ന കുട്ടികളെല്ലാവരും ഇനി മുന്നോട്ട് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഡ്വൈസും കൂടെ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, അവരുടെ പാരൻസും ചെറിയ ആശങ്കയോടുകൂടെ വിളിക്കുന്നുണ്ട്. ഇനി ഏത് കോഴ്സാണ് 10th കഴിഞ്ഞ കുട്ടി സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടിയുടെ കരിയർ ഏതാവുന്നതാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, ന്യൂട്ടൺസിൻ്റെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സീരീസ് കുട്ടികൾക്കും പാരൻസിനും വേണ്ടി ഞങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത് ന്യൂട്ടൺസിൻ്റെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th കഴിഞ്ഞ് സെലക്ട് ചെയ്യേണ്ട കോഴ്സുകൾ ഏതൊക്കെ, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയെന്നാണ്. മിക്കവാറും കുട്ടികൾക്ക് അറിയാൻ പറ്റും, 10th കഴിഞ്ഞാൽ കേരളത്തിലൊരു 95% കുട്ടികളും സെലക്ട് ചെയ്യാൻ +1 +2 ആണ്. +1 +2-ന് ബേസിക്കലി 4 സ്ട്രീമുകളാണുള്ളത്. ഒന്ന് ബയോമാക്സ്, രണ്ടാമത് കമ്പ്യൂട്ടർ സയൻസ്, മൂന്നാമത്തേത് കൊമേഴ്സ്, നാലാമത്തേത് ഹ്യൂമാനിറ്റീസ്. 10 കഴിഞ്ഞ കുട്ടികളുടെ മെയിൻ ആശങ്ക ഇതിലേതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബയോമാക്സിനെ പറ്റി സംസാരിക്കാം. ബയോമാക്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കൂടാതെ നമ്മൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റ് ബയോളജിയാണ്. അതുകൂടാതെ 2 ലാംഗ്വേജ് കൂടെ വരും. അതിനകത്ത് ഇംഗ്ലീഷ് മാൻഡേറ്ററി ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ചിലപ്പോൾ മലയാളമായിരിക്കും, കുറച്ച് കുട്ടികൾ ഹിന്ദി, ചിലവർ സംസ്കൃതം, ചില കുട്ടികൾ അതല്ലാതെ ചില സ്കൂളിൽ ഫ്രഞ്ച്, സ്പാനിഷ് പോലുള്ള ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ 4 സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇത് 4-മാണ് ബയോമാക്സ് എടുക്കുന്ന കുട്ടിയുടെ കോർ സബ്ജക്റ്റ്. ബയോമാക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളുടെ കുട്ടികൾ +1 +2 ബയോമാക്സ് പഠിച്ചിട്ടുണ്ടാവണം. അവർ ബയോളജി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമാണ് നീറ്റിൻ്റെ എൻട്രൻസ് എക്സാം. കേരളത്തിലെ എക്സാം എന്നല്ല, അത് ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. കേരളത്തിലെ കുട്ടികൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്സാമാണ്. ആ നീറ്റ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളൊരു ഡോക്ടറോ അതുപോലെ തന്നെ BSc നേഴ്സോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ഏതെങ്കിലും ജോലിയിൽ നമ്മളുടെ കുട്ടികളെ കാണണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ കുട്ടി ബയോമാക്സ് എന്ന സബ്ജക്റ്റ് തന്നെ എടുത്തിട്ടുണ്ടാവണം. അതിനകത്ത് ഒരു സംശയവും ഒരു പാരൻസിനും ഒരു കുട്ടിക്കും വേണ്ട. +1 +2 ബയോമാക്സ് പഠിച്ച് കഴിയുന്ന കുട്ടികൾ +1 +2-ന് ശേഷം സെലക്ട് ചെയ്യേണ്ട കരിയറുകൾ ഏതൊക്കെയാണ് എന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ പരിചയപ്പെടുത്താം. ഇത് മാത്രമല്ല, അതല്ലാതെ ഒരുപാടധികം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന വീഡിയോ സീരീസിനകത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് ബയോമാക്സ് എടുക്കുന്ന കുട്ടികൾ കൊടുക്കുന്ന ഒരു കരിയറാണ് MBBS. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആൾ MBBS പാസ്സായിട്ടുണ്ടാവണം. MBBS കൂടാതെ BDS, BAMS, BHMS ഇതിനെല്ലാത്തിനും നമ്മൾ ബയോമാക്സ് നിർബന്ധമായിട്ടും എടുത്തിട്ടുണ്ടാവണം. അതുകൂടാതെ നഴ്സിംഗ്, ഫിസിയോതെറാപ്പിസ്റ്റ്, BSc നഴ്സിംഗ്, ഫാർമസി, റിസർച്ച്, ടീച്ചിങ് ഈ മേഖലകളിലോട്ടെല്ലാം പോകാൻ ബയോമാക്സ് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തന്നെയാണ് അവിടുത്തെ കോർ സബ്ജക്റ്റുകൾ. പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് കൂടെ അവർ പഠിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 ലാംഗ്വേജസ് ഉണ്ടാവും. അതിനകത്ത് ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ്. അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കുറച്ചുകൂടെ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എൻജിനീയറിംഗ് പോലുള്ള പ്രൊഫഷനാണ് സീക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നല്ലത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ബ്രാഞ്ചാണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാർ മോസ്റ്റ് പ്രിഫറബിളി അവർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോകാറ്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, അതുകൂടാതെ ആർക്കിടെക്ചർ, സയൻറ്റിസ്റ്റ്, ലോ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, NTA പോലുള്ള എൻട്രൻസ് എക്സാമുകൾ, ടീച്ചിങ് ഈ മേഖലകളിലോട്ടെല്ലാം തന്നെ പോകാനായി നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് സെലക്ട് ചെയ്യുന്നവർക്ക് പറ്റും. ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ്, കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്ത ഒരാൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പിന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. അവർ ഉറപ്പായിട്ടും ആ കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് റിലേറ്റഡ് സ്ട്രീമുകളിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. നെക്സ്റ്റ് ഫീൽഡ് കൊമേഴ്സ്. പണ്ട് എല്ലാ കുട്ടികളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖല സയൻസ്, പഠിക്കാൻ എളുപ്പമുള്ളത് കൊമേഴ്സ്, പഠിപ്പിക്കുന്നതെല്ലാം പോകുന്നത് സയൻസിൽ, പഠിക്കാൻ ഇത്തിരി പിന്നോട്ടുള്ള ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആവാൻ സെലക്ട് ചെയ്യുന്നത് കൊമേഴ്സ് എന്ന്. ഉറപ്പായിട്ടും അത് കുട്ടികളുടെ ഉള്ളിലൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കൊമേഴ്സ്
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഒരുപാട് ജോലി സാധ്യത ഇപ്പോൾ കുട്ടികൾക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് കൂടിയാണ് കൊമേഴ്സ്. കൊമേഴ്സിൽ നമ്മൾ മെയിൻ സബ്ജക്റ്റായിട്ട് പഠിക്കുന്നത് എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റുകളാണ്. അതുകൂടാതെ അവർക്ക് ഓപ്ഷണലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, പൊളിറ്റിക്സ് ഇതുപോലുള്ള കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. നേരത്തെ നമ്മൾ സയൻസിൽ പറഞ്ഞതുപോലെ അതിനോടൊപ്പം തന്നെ അവർക്ക് 2 ലാംഗ്വേജസ്, ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ്, കൂടാതെ ഒരു സെക്കൻഡ് ലാംഗ്വേജും കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഏത് കരിയറിലേക്കാണ് പോകുന്നത്? +1 +2 കൊമേഴ്സ് കഴിയുന്ന കുട്ടികൾ സാധാരണഗതിയിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ അക്കൗണ്ടിങ് മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മേഖലകളിലോട്ടാണ് സാധാരണ അവർ വരാറ്. ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +1 +2 കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നൊരു കോഴ്സ് എന്ന് പറയുന്നത് CA CMA പോലുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതല്ലാതെ തന്നെ BBA, BA, BCom, പിന്നെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള അതല്ല കമ്പനി സെക്രട്ടറി പോലുള്ള ജേർണലിസം, IP, MIT പോലുള്ള കോഴ്സുകളെല്ലാം കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഇടയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും കൊമേഴ്സ് സയൻസിൻ്റെ അത്രയും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണോ എന്നൊരു ആശങ്കയുണ്ട്. സംഭവം കൊമേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ വൈഡാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല സാലറിയിൽ നല്ല കോഴ്സുകൾ പഠിച്ച് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്ത് നമ്മളുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ 4ാമത്തെ സ്ട്രീം ഹ്യൂമാനിറ്റീസ്. നമ്മൾ ബയോമാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് ഇതെല്ലാം കണ്ടപ്പോൾ 3 കോർ സബ്ജക്റ്റുകളും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബയോമാത്സ് എടുക്കുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികളും ഈ 3 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. അവർക്ക് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇത് രണ്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൊമേഴ്സുകാർക്കാണെങ്കിൽ ഇതുപോലെ എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്. ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് പൊളിറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്സോ ഇങ്ങനെ ഒരു 4-5 ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളൂ. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം ഓപ്ഷണൽ സബ്ജക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. അവിടുത്തെ കോർ സബ്ജക്റ്റായിട്ട് പഠിക്കാനുള്ളത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഓർ പൊളിറ്റിക്കൽ സയൻസ്. അതുകൂടാതെ 4ാമത്തെ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ഒരുപാട് പ്രിഫറൻസുകളുള്ള ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. അവർക്ക് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് സൈക്കോളജി പഠിക്കാം, ജോഗ്രഫി പഠിക്കാം, ഫിലോസഫി പഠിക്കാം, ജേർണലിസം പഠിക്കാം. അങ്ങനെ കുറച്ചധികം വെറൈറ്റി കോഴ്സസ് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ഹ്യൂമാനിറ്റീസിൽ അവൈലബിൾ ആണ്. പൊതുവിൽ എല്ലാ കുട്ടികളുടെ ഇടയിലും പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ളത് അല്ലെങ്കിൽ പഠിക്കാൻ ഒത്തിരി വീക്കായ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്കിഷ്ടം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട മേഖലയാണെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ സ്ട്രീമുകളെ പറ്റി ആലോചിക്കേണ്ട ആവശ്യകതയില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുക. ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്കുള്ള കരിയർ പ്രിഫറൻസിൽ ഏറ്റവും എലൈറ്റായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് സിവിൽ സർവീസസ് ആണ്. കാരണം സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സിവിൽ സർവീസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് BA ഡിഗ്രികൾ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും BA ഡിഗ്രീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ചില കുട്ടികൾ ജേർണലിസം പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ചില കുട്ടികൾ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള മേഖലകളിലേക്ക് പോകുന്നവരുണ്ട്. അതുകൂടാതെ ചില ആൾക്കാർ BA LLB അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള 4 കോഴ്സുകളുടെ ഒരു ഏകദേശ ധാരണ കിട്ടാനാണ് ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തത്. എന്നിരുന്നാൽ കൂടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 10th റിസൾട്ട് ഒരു 90% എബോവ് മാർക്കുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് A+ ഉണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണം, +1 +2 ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സയൻസ് തന്നെ ആയിരിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, +1 +2 സയൻസ് പഠിച്ച് കഴിയുമ്പോൾ ഞാൻ സയൻസിൻ്റേതും കൊമേഴ്സിൻ്റേതും ഹ്യൂമാനിറ്റീസിൻ്റേതുമായി പറഞ്ഞ കരിയറുകൾക്ക് എല്ലാത്തിലേക്കും നിങ്ങൾക്ക് സയൻസ് പഠിച്ചിറങ്ങിയാൽ പോകാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് 10th കഴിഞ്ഞു, നിങ്ങൾക്ക് +1 +2 എന്തെടുക്കണം, അതിനുശേഷം ഏത് കരിയറിലേക്ക് പോകണം എന്ന് കൃത്യമായ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CA ആണ് എടുക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും സയൻസ് സെലക്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. കാരണം നിങ്ങൾ കൊമേഴ്സ് പഠിച്ചാൽ മതി, അതിനുശേഷം നിങ്ങൾ CA എന്ന കോഴ്സിലേക്ക് പോവുക. അതുപോലെ നിങ്ങൾ ജേർണലിസമാണ് പ്രിഫർ ചെയ്തതെങ്കിൽ നിങ്ങൾ സയൻസോ കൊമേഴ്സോ പഠിക്കേണ്ട, നിങ്ങൾക്ക് ഏറ്റവും നല്ല കോഴ്സ് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. അപ്പോൾ
പ്രിഫറൻസുകളൊന്നുമില്ലാത്തവർ ബെറ്റർ സയൻസ് എടുക്കുന്നതാണ് നല്ലത്. നേരെ മറിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള +1 +2 കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കാം.